നമസ്കാരം. പ്രവാസി മലയാളികളെ വലയ്ക്കുന്ന പാസ്പോർട്ട് പോലീസ് വെരിഫിക്കേഷനിലെ സങ്കീർണതകൾ ഒഴിവാക്കാനും നടപടികൾ കൂടുതൽ ലളിതമാക്കാനും സർക്കാർ ഒരുങ്ങുന്നു. വിലാസത്തിൽ വരുത്തുന്ന നിസ്സാര വ്യത്യാസങ്ങളുടെ പേരിൽ പാസ്പോർട്ട് പുതുക്കുന്നത് വൈകുന്നതും പ്രവാസികൾ നേരിടുന്ന അനാവശ്യ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാനുള്ള ശുപാർശകൾ ആഭ്യന്തര വകുപ്പിന്റെ സജീവ പരിഗണനയിലാണ്. വിലാസത്തിലെ ചെറിയ അക്ഷരതെറ്റുകൾ, വീട്ടുപേരിലെ മാറ്റങ്ങൾ, താലൂക്ക് അല്ലെങ്കിൽ വില്ലേജ് വിഭജനത്തെ തുടർന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്നിവയുടെ പേരിൽ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് തടഞ്ഞുവെക്കുന്ന നിലവിലെ രീതിക്ക് മാറ്റമുണ്ടാകും. പ്രവാസികൾക്ക് തടസ്സമില്ലാതെ സേവനം ലഭ്യമാക്കാൻ ലളിതമായ വെരിഫിക്കേഷൻ രീതികൾ പ്രാബല്യത്തിൽ വരുത്താനാണ് ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക സംവിധാനം വരികയാണ്. ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഇതിനായി പ്രത്യേക മോണിറ്ററിംഗ് സെൽ രൂപീകരിക്കാനാണ് തീരുമാനം. വെരിഫിക്കേഷൻ അപേക്ഷകൾ വെറുതെ നീട്ടിക്കൊണ്ടു പോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ച OICC പ്രതിനിധി സംഘം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് സമർപ്പിച്ച അടിയന്തര നിവേദനത്തിലെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു പാസ്പോർട്ട് വെരിഫിക്കേഷനിലെ ഇളവുകൾ. വിഷയം ഗൗരവമായി എടുത്ത മന്ത്രി പ്രവാസികളുടെ ആത്മാഭിമാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഉറപ്പു നൽകി. പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന NRI പോലീസ് സെല്ലിൽ എത്രയും വേഗം സൂപ്രണ്ട് ഓഫ് പോലീസ് തസ്തികയിലേക്ക് പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. പ്രവാസികൾക്കായി കൃത്യമായ ഡിജിറ്റൽ സംവിധാനങ്ങളും വ്യക്തമായ SOPയും ഉറപ്പാക്കി NRI സെൽ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കും. നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനും പ്രവാസികളുടെ ആശങ്കകൾ കൃത്യമായി പരിഹരിക്കാനും പ്രവാസി പ്രതിനിധികളെയും പ്രമുഖ സംഘടനകളെയും ഉൾപ്പെടുത്തി ഒരു പ്രവാസി അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പൊതുജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ഇത്തരം കമ്മിറ്റികൾ പ്രവാസി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമാകും. നാട്ടിലില്ലാത്ത സമയം മുതലെടുത്ത് പ്രവാസികളുടെ വസ്തുവകകളും സ്വത്തുക്കളും അന്യായമായി കയ്യേറുന്ന പ്രവണത തടയാൻ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. പ്രവാസികൾക്ക് സ്വന്തം നാട്ടിൽ സുരക്ഷിതമായി നിക്ഷേപം നടത്താനും വസ്തുവകകൾ സംരക്ഷിക്കാനും ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാനുള്ള നിർദ്ദേശങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങും. അവധിക്കാലത്ത് നാട്ടിലെത്തുന്ന പ്രവാസികളെ വ്യാജ പരാതികളിൽ കുടുക്കി പണം തട്ടാനും അപമാനിക്കാനും ചില കേന്ദ്രങ്ങൾ നടത്തുന്ന നീക്കങ്ങൾക്ക് തടയിടാൻ പോലീസ് അന്വേഷണ രീതിയിൽ മാറ്റം വരുത്തും. പ്രവാസികൾക്കെതിരെ ലഭിക്കുന്ന പരാതികളിൽ പ്രാദേശിക തലത്തിൽ പ്രാഥമിക പരിശോധന നടത്തി സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ FIR രജിസ്റ്റർ ചെയ്യാനും തുടർന്നുള്ള കേസ് നടപടികളിലേക്ക് കടക്കാനും പോലീസിന് അനുമതിയുണ്ടാകും. അതേസമയം സംസ്ഥാനത്ത് ലഹരിമരുന്നിനെതിരെ വിപ്ലവാത്മകമായ പോരാട്ടത്തിനും പ്രതിരോധത്തിനും നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ആഭ്യന്തരമന്ത്രിയെ OICC പ്രതിനിധി സംഘം പ്രത്യേകം അഭിനന്ദിക്കുകയും ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾക്ക് പ്രവാസി സമൂഹത്തിന്റെ എല്ലാവിധ പിന്തുണയും സംഘം അറിയിക്കുകയും ചെയ്തു.